ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേയിലുള്ള ഒരു പ്രോബ്ലം ആണ്. അതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഗൂഗിൾ പേയിൽ നിന്ന് നമ്മുടെ അക്കൗണ്ട് റിമൂവ് ആയിട്ടുണ്ടാവും. നമുക്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അക്കൗണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു മെസ്സേജ് കാണിക്കും, കുഡ് നോട്ട് ഫൈൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മുഴുവൻ തന്നെ വാച്ച് ചെയ്യുക. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്കതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഗൈസ്, നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിൽ, നമ്മുടെ ഏത് ബാങ്കാണോ ആ ഒരു ബാങ്കുമായിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇനാക്റ്റീവ് ആണെന്നാണ് കാണിക്കുന്നത്. അത് നമുക്ക് ആക്റ്റീവാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ബാങ്കിൽ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയാം, നമ്മുടെ ജിപേയിലുള്ള ഒരു അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റാത്ത കാര്യം പറയാം. അപ്പോൾ അവർ നിങ്ങളോട് നിങ്ങളുടെ ആധാർ നമ്പറും അതൊക്കെ നിങ്ങളോട് സെൻഡ് ചെയ്യാൻ പറയും. അപ്പോൾ അതൊക്കെ അയച്ചു കൊടുത്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവാക്കി തരും. എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ഗൂഗിൾ പേയിൽ എല്ലാ ഓപ്ഷൻസും നോക്കി, പക്ഷെ ഒന്നും വർക്കാവുന്നില്ല. എന്നിട്ട് ഞാൻ ബാങ്കിലോട്ട് ഡയറക്റ്റ് കോൾ ചെയ്ത് ഈ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഓൾറെഡി ആക്റ്റീവായിട്ടാണ് അവർക്ക് കാണുന്നത് നോട്ടിഫിക്കേഷൻ, പക്ഷെ നമ്മുടെ ഇതിൽ ഇനാക്റ്റീവാന്ന് കാണിക്കുന്നത്. അപ്പോൾ അവർ ആധാർ നമ്പറൊക്കെ സെൻഡ് ചെയ്യാൻ പറഞ്ഞ് ഒരു അരമണിക്കൂറിനുള്ളിൽ എൻ്റെ അക്കൗണ്ട് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഗൂഗിൾ പേയിൽ ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ടായില്ല. ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈം കളയാണ്ട് നിങ്ങളുടെ ബാങ്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലം സോൾവ് ആകും. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ബാങ്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.